ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ സാക്ഷി പ്രോഗ്രാമിലേക്ക് കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. 177 എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രി നമുക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. വലിയവനായ ദൈവത്തിന് സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സഹകരിച്ച ഈ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും അനുഗ്രഹീതമായ ഗാനങ്ങളും അനുഗ്രഹീതമായ ഒരു ദൈവ വചന സന്ദേശവും നമുക്ക് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. നാം എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, അവിടുന്ന് തന്ന നന്മകൾക്ക് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനേകര് ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്യണം. കർത്താവെ, കടന്നു വന്നവർക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ അനുഗ്രഹമായി തീരുവാൻ ദൈവം പ്രസാദിക്കണം. അനുഗ്രഹീതമായ ഗാനങ്ങളും അനുഗ്രഹീതമായ വചനവും കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. സ്തോത്രം. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ. എല്ലാ ദൈവകൃപയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ആദ്യോടന്തം ദൈവ സാന്നിധ്യത്തിൽ നിറയ്ക്കണം. ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. അനേകരുടെ ഹൃദയങ്ങളിൽ ഇത് പ്രവർത്തിക്കുവാൻ ഗുണകരമായി തീരുവാൻ ഇടയാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 177 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ അനുഗ്രഹീതമായ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ വചനം, ഒരു സന്ദേശം നമ്മളോട് അറിയിക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ തോമസ് എബ്രഹാം അറ്റ്ലാന്റ അവറുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. അതുപോലെ 3 ഗാനങ്ങൾ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരമുണ്ട്. ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ കർത്താവിന്റെ ദാസൻ ബ്രദർ ഉണ്ണി തോബിയാസ് അവറുകൾ, അതുപോലെ തന്നെ ഹന്ന തിമോത്തി തിരുവാൻഡ്രം, അതുപോലെ അക്സാറ്റി സന്തോഷ് കൊട്ടാരക്കര പ്രിയപ്പെട്ടവരാണ്. ഈ പ്രിയ സഹോദരങ്ങളെ വലിയവനായ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭമായി ഹന്ന ഒരു അനുഗ്രഹീതമായ ഒരു ഗാനം ആലപിക്കും. പ്രിയ സഹോദരിയെ പ്രാർത്ഥനയോടെ ആ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭൂപതിമാർ മുടിമണെ വാഴുക നീ എന്ന ട്യൂണിൽ കർത്താവിന്റെ ദാസൻ രചിച്ച ഒരു ഗാനം. ഈ 3 ഗാനങ്ങളും കർത്താവിന്റെ ദാസൻ രചിച്ച ഗാനങ്ങൾ തന്നെയാണ്. പ്രാരംഭമായിട്ട് ഭൂപതിമാർ മുടിമണെ വാഴുക എന്ന നമ്മുടെ ആത്മീയത്തിലുള്ള ആ പാട്ടിന്റെ ട്യൂണിൽ കർത്താവിന്റെ ദാസൻ രചിച്ച പരീക്ഷകൾ സഹിക്കുന്നീ ഭാഗ്യവാൻ എന്ന് തുടങ്ങുന്ന ആ ഗാനം നമുക്ക് കേട്ട് മടങ്ങി വരാം. ആലപിക്കാനായിട്ട് കർത്താവിന്റെ ദാസി പ്രിയ ഹന്ന തിമോത്തി അവറുകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. പരീക്ഷകൾ സഹിക്കും നീ
സഹിക്കും നീ ഭാഗ്യവാൻ. കർത്തൻ ഹീതത്താലത്ത് സഹിക്കും സാധു നിന്റെ ആർത്തികൾ കത്താണിയായി തീർന്നിടും ചിത്തം മോദിക്കും ക്രിസ്തുനാഥനാൽ. കർത്തൻ ഹീതത്താലത്ത് സഹിക്കും സാധു നിന്റെ ആർത്തികൾ കത്താണിയായി തീർന്നിടും ചിത്തം മോദിക്കും ക്രിസ്തുനാഥനാൽ. പരീക്ഷകൾ സഹിക്കും നീ ഭാഗ്യവാൻ. പരീക്ഷകൾ സഹിക്കും നീ ഭാഗ്യവാൻ. കഷ്ടം സഹിക്കാൻ മൂലം സിദ്ധത ലഭ്യമാകും. നഷ്ടം തരുന്ന പ്രത്യാശയും തുഷ്ടി നൽകിടും നിത്യ തേജസ്സാൽ. കഷ്ടം സഹിക്കാൻ മൂലം സിദ്ധത ലഭ്യമാകും. നഷ്ടം തരുന്ന പ്രത്യാശയും തുഷ്ടി നൽകിടും നിത്യ തേജസ്സാൽ. പരീക്ഷകൾ സഹിക്കും നീ ഭാഗ്യവാൻ. പരീക്ഷകൾ സഹിക്കും നീ ഭാഗ്യവാൻ. കഷ്ടം സഹിക്കുന്നതു യുക്തമായിരിക്കയാൽ കഷ്ടം സഹിക്കണം ക്രിസ്ത്യാനിയായി ശിഷ്ടകാലം തൻ കൂടെ വാഴുവാൻ. കഷ്ടം സഹിക്കുന്നതു യുക്തമായിരിക്കയാൽ കഷ്ടം സഹിക്കണം ക്രിസ്ത്യാനിയായി ശിഷ്ടകാലം തൻ കൂടെ വാഴുവാൻ. പരീക്ഷകൾ സഹിക്കും നീ ഭാഗ്യവാൻ. പരീക്ഷകൾ സഹിക്കും നീ ഭാഗ്യവാൻ. താങ്ക് യു ഹന്ന സിസ്റ്റർ. വളരെ അനുഗ്രഹീതമായൊരു ഗാനം, കർത്താവിന്റെ ദാസന്റെ ഈ ചെറു ഗാനം. ഇതിലുപരി സ്റ്റാൻസകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ കർത്താവിന്റെ ദാസന്റെ ചാനലിൽ ഈ ഗാനങ്ങളുടെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും. നമുക്കിന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് 2-3 സ്റ്റാൻസ് മാത്രമാണ് നാം കേൾക്കുന്നത്. രണ്ടാമത്തെ ഗാനത്തിലേക്ക് നാം വരുന്നു. നമ്മുടെ ആത്മീയത്തിലെ മറ്റൊരു അനുഗ്രഹീതമായ ഗാനമാണ് ദിവ്യരാജ നിന്നെ വാഴ്ത്തും എന്ന് തുടങ്ങുന്ന ഒരു അനുഗ്രഹീതമായ ഒരു ആരാധന ഗാനം. കർത്താവിന്റെ ദാസൻ ആ ട്യൂണിൽ എഴുതിയ വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. യേശുനാഥ ആശു വരിക എന്ന് തുടങ്ങുന്ന ഒരു അനുഗ്രഹീതമായ ഗാനം പ്രിയമകൾ അക്സാറ്റി സന്തോഷ് ആലപിക്കുന്നു. പ്രിയമകളെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. യേശുനാഥ ആശു വരിക, തവ ആശ്രിതർക്കാശ്വാസം ഏകിടുവാനായി യേശുനാഥ ആശു വരിക. ആൽഫയും ആദിയും അന്തവും
ഇച്ഛിക്കുന്നേവരും ഇച്ഛിക്കുന്നേവരും രക്ഷിതാവിൻ അന്ത്യക്ഷണത്തെ അക്ഷയമാം നിത്യജീവജലത്തെ അക്ഷയമാം നിത്യജീവജലത്തെ നിക്ഷേപമെന്നേ വാങ്ങട്ടെ സൗജന്യം നിക്ഷേപമെന്നേ വാങ്ങട്ടെ സൗജന്യം വാങ്ങട്ടെ സൗജന്യം യേശുനാഥ ആശുവരിക. താങ്ക് യു എക്സാമോൾ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ഈ ഗാനവും പുറത്തിറങ്ങുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഗാനം പൂർണ്ണ നിലയിൽ കേൾക്കാനായിട്ട് കഴിയും. കർത്താവിന്റെ ദാസന്റെ അനുഗ്രഹീതമായ ഒരു ഗാനങ്ങളാണ്. ഒരു ഗാനം കൂടെ കേട്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് തിരിയാം. കർത്താവിന്റെ ദാസൻ ബ്രദർ ഉണ്ണി തോബിയാസ് അവറുകൾ ആലപിക്കുന്ന ഒരു ഗാനം നമ്മുടെ ആത്മീയത്തിലെ മറ്റൊരു അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. ദേവജന സമാജമേ എന്ന് തുടങ്ങുന്ന നമുക്കെല്ലാം പരിചയമായ ഒരു ഗാനം. ആ ഗാനത്തിന്റെ ട്യൂണിൽ അദ്ദേഹം എഴുതിയ കർത്താവിന്റെ ദാസൻ തോമസ് എബ്രഹാം അവറുകൾ രചിച്ച ഒരു ഗാനം ദേവസൂതൻ യേശുനാഥ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കർത്താവിന്റെ ദാസൻ ഉണ്ണി തോബിയാസ് അവറുകൾ ആലപിക്കുന്നു. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ദേവസുതനേശുനാഥ ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു. ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു. ഭാവനീയമാം തിരുനാമം പുകഴ്ത്തിടുവാൻ ഭാവനീയമാം തിരുനാമം പുകഴ്ത്തിടുവാൻ ഏവം നിൻ മക്കൾ മധ്യേ യോഗ്യനായിരിപ്പതാൽ ഏവം നിൻ മക്കൾ മധ്യേ യോഗ്യനായിരിപ്പതാൽ ദേവസുതനേശുനാഥ ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു. ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു. പാപങ്ങൾ മൂലം വലഞ്ഞു അമിതഭാരം ശാപം മൂലം വഹിച്ചു ഞാൻ. പാപങ്ങൾ മൂലം വലഞ്ഞു അമിതഭാരം ശാപം മൂലം വഹിച്ചു ഞാൻ. പാപം സഹിച്ചു മണ്ണിൽ നീറുകയാകും മമ താപം സഹിച്ചു മണ്ണിൽ നീറുകയാകും മമ രൂപത്തെ തൃക്കൺ പാർത്തു വന്ദയ തോന്നി എന്നിൽ രൂപത്തെ തൃക്കൺ പാർത്തു വന്ദയ തോന്നി എന്നിൽ ദേവസുതനേശുനാഥ ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു. ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു.
തരുവതിനായി സ്വർഗം വെടിഞ്ഞു ഭൂവിലവതരിച്ചോനേ. ജീവൻ തരുവതിനായി സ്വർഗം വെടിഞ്ഞു ഭൂവിലവതരിച്ചോനേ. താവകദേഹമതിലാകെ വഹിച്ചൻ ശാപ, താവകദേഹമതിലാകെ വഹിച്ചൻ ശാപ, ആവലകറ്റി തവ ആശിഷമേകിയതാ, ആവലകറ്റി തവ ആശിഷമേകിയതാ. ദേവസുതനേശുനാഥ ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു, ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു. പരമേശസുതനായോനേ എൻ പാപമേറ്റു തിരുദേഹം തന്നിൽ ചുമന്നു. പരമേശസുതനായോനേ എൻ പാപമേറ്റു തിരുദേഹം തന്നിൽ ചുമന്നു. പരമദോഷിയാം എൻ്റെ പാപം പരിഹരിപ്പാൻ, പരമദോഷിയാം എൻ്റെ പാപം പരിഹരിപ്പാൻ, പാരിൽ ദുഷ്ടരാൽ ദുഷി നിന്ദകളേറ്റതിനാൽ, പാരിൽ ദുഷ്ടരാൽ ദുഷി നിന്ദകളേറ്റതിനാൽ. ദേവസുതനേശുനാഥ ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു, ഞങ്ങളശേഷം ജീവാരാധന ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ 3 ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തു. അനേക ഗാനങ്ങൾ കർത്താവിന്റെ ദാസൻ രചിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അനേക ഗ്രന്ഥങ്ങൾ കർത്താവിന്റെ ദാസൻ രചിച്ചുകൊണ്ടും ഇരിക്കുന്നു. പ്രിയദാസനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയുള്ള അല്പസമയം കർത്താവിന്റെ ദാസിൽ നിന്ന് ഒരു സ്പെഷ്യൽ സബ്ജക്ട്, ആ സബ്ജക്ട് ഇതാണ്: സിയോനും സീനായിയും എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ്. വളരെ ആകാംക്ഷയോടെയാണ് ഞാനും ആ മെസ്സേജിന് മുമ്പിൽ, ആ സബ്ജക്റ്റിന് മുമ്പിൽ ഇരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ തോമസ് എബ്രഹാം അക്ലാൻഡ അവറുകളെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഇനിയുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവറിനാഥ മിനിസ്ട്രിയിലൂടെയുള്ള ബന്ധത്തില് ഇങ്ങനെ ദൈവവചനം സംസാരിപ്പാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ ഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുന്ന ബ്രദർ സന്തോഷിനോടും ബ്രദർ മാമൻ കുര്യച്ചനോടുമുള്ള എൻ്റെ സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ സൂം മീറ്റിങ്ങിലൂടെ വചനം ശ്രദ്ധിക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ വിലയേറിയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വിഷയം സംസാരിപ്പാൻ ഇടയാക്കിയത് കഴിഞ്ഞ ആഴ്ച, അതായത് ജൂൺ 3-ാം തീയതി ഏകദേശം 5 ലക്ഷം ക്രിസ്ത്യാനികൾ ഒന്നിച്ച് സീനായി മലയുടെ അടിവാരത്ത് നിന്നുകൊണ്ട് സൈനായി റിവൈവൽ വർഷിപ്പ് എന്ന പേരിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയതായിട്ട് ഞാൻ യൂട്യൂബിൽ കാണുകയുണ്ടായി. അപ്പോഴാണ്
ഈ വിഷയം ചിന്തിപ്പാനും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ വിഷയം സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ സുവിശേഷ വേലയുടെ ആരംഭ ഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പല യഹൂദ ക്രിസ്ത്യാനികളും അവരെ പൗലോസ് അഭിമുഖീകരിച്ചപ്പോൾ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യെരുശലേമിലെ മൂപ്പന്മാർ തന്നെ ആ കാര്യം പൗലോസിനോട് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 21:20. അവർക്ക് വേണ്ടിയാണ് പൗലോസ് അതിനു മുമ്പ് തന്നെ ആദ്യമായിട്ട് തൻ്റെ ലേഖനങ്ങളിൽ വെച്ച് ആദ്യമായിട്ട് എഴുതിയത് ഗലാത്യ ലേഖനമാണ്. വിശാല ഗലാത്യ പ്രദേശങ്ങളിലുള്ള യഹൂദ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് എഴുതിയ ആദ്യത്തെ ലേഖനം ഏതാണ്ട് AD 49 അത് എഴുതുന്നത്. അതുപോലെ തന്നെ എബ്രായ ലേഖനവും വിശാലമായ ഗലാത്യ പ്രദേശത്തുണ്ടായിരുന്ന യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതാണ്. അവരുടെ മനോഭാവവും അവരുടെ ദൈവത്തോടുള്ള നിലപാടും അവർ പഴയതിലേക്ക് മടങ്ങി പോകുന്നു എന്നുള്ള ഭാരവും കണ്ടിട്ടാണ് ഈ രണ്ട് ലേഖനങ്ങളും പൗലോസ് വളരെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത്. ആധുനിക കാലത്തുള്ള നാമധേയ ക്രിസ്ത്യാനികളും ഇപ്രകാരം ന്യായപ്രമാണത്തിൽ നിന്ന് കടമെടുത്ത പൗരോഹിത്യ ശുശ്രൂഷകളും കൂദാശ കർമ്മങ്ങളും അനുഷ്ഠിച്ചു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാകുന്നു. അതിനു പകരം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും ആരാധനയിൽ നിന്നും എത്രയോ അകന്ന ഒരു മനോഭാവമാണ് പഴയ നിയമത്തിൽ കാണുന്ന ആരാധനക്രമവും പൗരോഹിത്യവും മറ്റും. അതിനെ മുൻനിർത്തിയാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കാം എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചത്. അതിനോടുള്ള ബന്ധത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ കാണുന്നത് എബ്രായ ക്രിസ്ത്യാനികളിൽ ചിലർ യഥാർത്ഥമായിട്ട് വീണ്ടും ജനിക്കാത്തവരായി നാമധേയ ക്രിസ്ത്യാനികളും അപ്പോൾ തന്നെ അവരുടെ അശ്രദ്ധ, അസഹിഷ്ണുത, അവിശ്വാസം എന്നിവയാൽ പൂർണ്ണമായി ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന കാര്യത്തിൽ അവര് പരാജയപ്പെട്ടിരുന്നു എന്ന് കാണാം. അവർക്ക് അന്ന് അവരുടെ മതപരമായ കാര്യത്തിൽ നിന്ന് ഉപദ്രവങ്ങൾ, വിമർശനങ്ങൾ, സാമ്പത്തിക നഷ്ടം എന്നിവയാലും അതുപോലെ തന്നെ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള അവഹേളനങ്ങൾ, പരിഹാസങ്ങൾ, ബഹിഷ്കരണങ്ങൾ, തടവ് എന്നിവ മൂലവും ക്രിസ്ത്യാനിത്യത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുവാനായിട്ട് അവർ ഭയപ്പെട്ടിരുന്നു. എങ്കിലും മേൽപ്പറഞ്ഞ എല്ലാ ഉപദ്രവങ്ങളും സഹിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായ ക്രിസ്ത്യാനികളായിട്ട് അക്കൂട്ടത്തിൽ ചിലർ നിലകൊള്ളുകയും ചെയ്തിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ സത്യസഭയോട് ചേർന്ന് നിലനിന്ന് പോന്നിരുന്നത്. ഇങ്ങനെ ഇന്നും രണ്ട് തരത്തിലുള്ള ആളുകളെ ക്രിസ്തീയ ഗോളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നാം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന പീഡകൾ എന്ന് വെച്ചാൽ മറ്റ് ഏത് മാനുഷിക പീഡനങ്ങളെക്കാളും അധികം വേദനാജനകമാണ് ദൈവത്തിന്റെ ന്യായവിധി എന്ന് നാം ഓർത്തിരിക്കണം.
ഈ കാര്യം അറിയുന്നതിന് സഹായിക്കുന്നതാണ് ഈ വേദഭാഗം. അതുകൊണ്ട് ഇത് ഒരു മുന്നറിയിപ്പാണ്. ഏത് മനുഷ്യനെയും ഒന്നുകിൽ ന്യായപ്രമാണപ്രകാരമോ അല്ലെങ്കിൽ സുവിശേഷ പ്രകാരമോ ദൈവം ന്യായം വിധിക്കും എന്ന് നാം കാണുന്നു. അതായത് ഒന്നുകിൽ സീനായിയുടെ വ്യവസ്ഥ അനുസരിച്ച് ന്യായം വിധി നടത്തും, അല്ലെങ്കിൽ സിയോന്റെ വ്യവസ്ഥ അനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടാകും. രണ്ടു തരത്തിലുള്ള പുസ്തകങ്ങൾ ദൈവത്തിനുണ്ട് എന്ന് നാം അറിയുന്നു. ഒന്ന്, ദൈവത്തെ നിരസിക്കുന്നവരുടെ പേരുള്ള പുസ്തകം. രണ്ട്, കുഞ്ഞാടിന്റെ ജീവപുസ്തകം. നാം വായിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തിക്കടുത്ത ന്യായവിധി ഉണ്ടായി. വെളിപ്പാട് 20:12. രക്ഷിക്കപ്പെട്ടവരുടെ പേരാണ് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലുള്ളത്. വെളിപ്പാട് 13:8. ക്രിസ്തു ആർക്ക് വേണ്ടി നീതീകരണമായിട്ട് തീർന്നിരിക്കുന്നവോ അവൻ നമുക്ക് നീതീകരണവുമായി എന്ന് നാം വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 1:30. അവൻ നീതീകരിക്കപ്പെട്ടവരായി ന്യായവിധിയിൽ നിന്നും വിടുവിക്കപ്പെട്ടും ക്രിസ്തുവിൽ വിശ്വസിച്ചുമിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതി ദൈവം കണക്കിട്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ, അവരുടെ സ്വന്തം നീതിയാണ് ദൈവം അവർക്ക് കണക്കിടുന്നത്. അവരുടെ സ്വന്തം നീതി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നാം വായിക്കുന്നത്, അത് ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ ആയിരിക്കുമെന്നാണ്. യെശയ്യാവ് 64:6. അവർ ദൈവത്തിന്റെ ന്യായവിധി ഏൽക്കേണ്ടതായിട്ട് വരും എന്ന് കാണുന്നു. സിയോൻ പർവ്വതത്തിന് പകരം സീനായി പർവ്വതത്തിന്റെ ഭയമായിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. അവ തമ്മിലുള്ള വൈരുദ്ധ്യം വ്യക്തമാക്കുന്നു. സീനായി പർവ്വതം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ഭയങ്കരത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 12:18 മുതലുള്ള വാക്യങ്ങൾ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതവും അതിലെ മേഘതപസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് തീരെ സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറച്ചു പോകുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. പഴയ നിയമം സീനായി പർവ്വതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു നിയമത്തിന്റെ ഉടമ്പടി, ഒരു കവനന്റ് ആകുന്നു. ഭയത്തിന്റെയും ന്യായവിധിയുടെയും ഉടമ്പടി. ഇതിൽ പറയുന്നത്, ചിലത് നിങ്ങൾ ചെയ്യുക, മറ്റു ചിലത് നിങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ആ ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷയാണ്. ഇതാണ് സീനായിയുടെ ഉടമ്പടി. സീനായിൽ വെച്ച് ദൈവം ഈ ഉടമ്പടി നൽകുമ്പോൾ ആരും പർവ്വതത്തോട് അടുത്ത് വരരുത്, പർവ്വതത്തെ തൊട്ടാൽ കൊല്ലപ്പെടും. സീനായി എന്ന് പറയുന്നത് സ്ഥൂലമായ അല്ലെങ്കിൽ ഫിസിക്കലായ ഒരു പർവ്വതമാണ്. അതിലേക്ക് ഒരു മനുഷ്യന് കടന്നു ചെല്ലാം, കാണാം, അതിനെ തൊടാം. ഈ
കാരണങ്ങളാൽ അതിനോട് അടുത്തു വരരുത്, തൊടരുത് എന്നാണ് കൽപ്പന ലഭിച്ചത്. ഈ ഒന്നാമത്തെ കൽപ്പനയിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിലവാരമാണ് കാണപ്പെടുന്നത്. ജനം പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അവിടെ വ്യക്തമായിട്ട് ദൈവം അവരോട് പറഞ്ഞു. ജനം 3 ദിവസം വേറിട്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് തങ്ങളുടെ വസ്ത്രം അലക്കണം. പുറപ്പാട് 19:10 പറയുന്നുണ്ടത്. പർവ്വതത്തിന്റെ അരികിൽ പോലും തൊടുവാൻ കഴിയാതെ വണ്ണം പർവ്വതത്തിന് അതിരിട്ടു. തൊടുന്നവനെ കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം എന്നായിരുന്നു കൽപ്പന. അവനെ ആരും കൈകൊണ്ട് തൊടരുത്. കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുകയോ അമ്പ് കൊണ്ട് കൊല്ലുകയോ വേണം. പുറപ്പാട് 19:12-13 വാക്യങ്ങളിൽ കാണാം. മഹാപരിശുദ്ധനായ ദൈവം നൽകുന്ന നിയമത്തിന് സാക്ഷികളാകുവാൻ യാതൊരു അശുദ്ധനെയും ദൈവം അനുവദിച്ചിരുന്നില്ല. ഈ ദിവസം മനുഷ്യചരിത്രത്തിലെ സുപ്രധാന ദിവസമായിരുന്നു. അവിടെ നാം കാണുന്നത് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം, ഇടിമുഴക്കം, മിന്നൽ, പർവ്വതത്തിന്റെ കുലുക്കം, ഇവയാണ് കാണുന്നത്. പുറപ്പാട് 19:16-18 വാക്യങ്ങളിൽ അത് കാണാം. ദൈവത്തിന്റെ ശക്തിയെ ഇത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പാപം മൂലം ജനത്തിന് ദൈവത്തോട് അടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ജനം അത്യന്തം ഭയപ്പെട്ടു. അവർ ദൂരത്തുനിന്ന് ഭയന്ന് വിറച്ചു. അവർ മോശയോട് പറഞ്ഞത്, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്നാണ് അവർ പറഞ്ഞത്. മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ ഭയത്തോടുകൂടി ബഹുമാനിക്കേണ്ടതിനും അവന്റെ വിശുദ്ധിക്കനുസരിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് പാപം ചെയ്യാതിരിക്കേണ്ടതിനും അത്രേ ദൈവം നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചത് എന്നാണ്. സീനായുടെ ദൈവം ഭയത്തിന്റെയും ന്യായവിധിയുടെയും ശിക്ഷാവിധിയുടെയും ദൈവമാകുന്നു. ഇതാണ് പഴയ നിയമം. എബ്രായ ലേഖനത്തിൽ പൗലോസ് യഹൂദ ക്രിസ്ത്യാനികളോട് പറയുന്നത്, നിങ്ങൾ മടങ്ങി യഹൂദ മതത്തിലേക്ക് തിരിയുന്നു എങ്കിൽ നിങ്ങൾ ഭയത്തിന്റെയും ന്യായവിധിയുടെയും ശിക്ഷാവിധിയുടെയും മരണത്തിന്റെയും പ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകുകയാണ്. അത് കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷയാകുന്നു. ഇതാണ് പൗലോസ് പറഞ്ഞത്. 2 കൊരിന്ത്യർ 3:7 അത് പറഞ്ഞിട്ടുണ്ട്. സീനായുടെ അടിവാരത്ത് നിൽക്കുന്നവർ ന്യായവിധിക്കും മരണത്തിനും മുമ്പിൽ നിൽക്കുകയാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് അത് ന്യായവിധി നടത്തുന്ന പ്രമാണമാണ്. ഒരുവനോടത് ആവശ്യപ്പെടുന്നത് നിർവഹിക്കുവാനായിട്ട് അവനത് കഴിയുന്നില്ല. അതിൽ നിന്ന് അവന് ഒഴിഞ്ഞു മാറിപ്പോകുവാനും സാധ്യമല്ല. അത് നൽകപ്പെട്ട BC 1400 ശേഷം പുതിയ നിയമം നിലവിൽ വരുന്നത് വരെ 1400 വർഷങ്ങളായി ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. നിത്യനും അതുപോലെ തന്നെ അതിപരിശുദ്ധനുമായ നീതിമാനായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കുറ്റം ക്ഷമിക്കപ്പെടാത്ത പാപിയായ മനുഷ്യൻ നിൽക്കുകയാണ്. നിർഗഷ്ടനും കുറ്റക്കാരനും ആയിരിക്കുന്ന മനുഷ്യൻ, അവൻ ശിക്ഷാവധിക്ക് അർഹനാണ്. ക്ഷമയ്ക്ക് അനർഹനായ മനുഷ്യനായി സീനായുടെ മുമ്പിൽ അവൻ നിൽക്കുന്നു. അവന് ശിക്ഷാവധിയല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുവാനായിട്ടില്ല. അവിടെ സീനായുടെ ചിഹ്നം
ഭയവും വിറയലും തീയും പുകയും ഇരുട്ടും ന്യായവിധിയുടെ കാഹളവും അല്ലാതെ മറ്റൊന്നുമല്ല. പാപം ക്ഷമിക്കപ്പെടാത്ത ഒരുവന് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് അതിഭയങ്കരമാണ്. അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് 10:31. ദൈവം ഇസ്രായേലിന് പഴയ നിയമം നൽകുമ്പോൾ അവരെ മരുഭൂമിയുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സീനായിൽ ഒരു മനുഷ്യനും മറഞ്ഞിരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. കാരണം അവിടെ ഒരു വൃക്ഷം പോലും ഇല്ലാത്ത മരുഭൂമിയാണ്, മൊട്ടക്കുന്നാണ്. അവിടെ അവർക്ക് കാണുവാൻ മറ്റൊന്നുമില്ലായിരുന്നു. ദൈവത്തെ മാത്രം ശ്രദ്ധിക്കാൻ ഇടയുള്ള സ്ഥാനത്തേക്കാണ് ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധിയും മനുഷ്യന്റെ പാപവും സ്പഷ്ടമായി കാണുന്ന സ്ഥലമായിരുന്നു. അവിടെ പാപത്തെക്കുറിച്ചുള്ള മനസ്താപവും വിടുതലിനായി ദൈവത്തെ അനുസരിക്കുക എന്നതും അല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ തന്റെ പാപത്തെ ഗ്രഹിക്കാതെ ന്യായവിധിയിൽ നിന്നുള്ള രക്ഷ ആവശ്യമാണെന്ന് തിരിച്ചറിയുകയില്ല. ഇതായിരുന്നു സീനായുടെ ഉദ്ദേശം. ഒളിക്കുവാൻ ഇടമില്ലാതെ മനുഷ്യൻ തന്റെ പാപത്തെ മുഖാമുഖമായി കാണുക എന്നതായിരുന്നു ദൈവം ഉദ്ദേശിച്ചിരുന്നത്. ന്യായപ്രമാണം എന്നത് ദൈവം മനുഷ്യന്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ കണ്ണാടിയാണ്, ഒരു മിററാണ്. അതിൽ നോക്കുമ്പോൾ മനുഷ്യൻ തന്റെ തനി സ്വരൂപം, അവന്റെ അവസ്ഥ കാണുകയാണ്. മനുഷ്യൻ ദൈവനീതിയുടെ മുമ്പിൽ എത്രയോ നിസ്സാരനാണെന്ന് കാണുവാൻ അതുമൂലം ഇടയായിത്തീരുന്നു. ന്യായപ്രമാണത്തിലെ കൽപ്പനകൾക്ക് സമ്പൂർണ്ണ അനുസരണമല്ലാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും വകയില്ലായിരുന്നു. ഒരു പാപിക്കും സീനായുടെ അടിവാരത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. അവൻ ഭയത്തിന്റെ പക്ഷപാത രോഗിയായി തീരുകയാണ്. തീ കത്തുന്ന മുൾപ്പടർപ്പിന്റെ മുമ്പിൽ നിന്നവനും അതുപോലെ ഫറവോന്റെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നവനുമായ മോശയ്ക്ക് പോലും സീനായുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്നാണ് മോശ പറഞ്ഞത്. അത്രയ്ക്ക് ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ആവർത്തനം 9:19. അതുപോലെ എബ്രായ ലേഖനം 12:21 കാണാം. പൗലോസ് അനേക വർഷം ന്യായപ്രമാണ പഠനത്തിനായിട്ട് ഗമാലിയേലിന്റെ ശിഷ്യനായിരുന്നു. അപൂർവമായി ന്യായപ്രമാണത്തെ ഗ്രഹിച്ചിരുന്ന കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു താൻ. എങ്കിലും ദമസ്കോസിലേക്കുള്ള അവന്റെ വഴിയാത്രയിൽ വെച്ച് യേശുക്രിസ്തു തനിക്ക് അഭിമുഖമായി നേരിടുന്നത് വരെ പൗലോസ് ന്യായപ്രമാണത്തെ ശരിയായി അറിഞ്ഞിരുന്നില്ല. ന്യായപ്രമാണത്തിലേക്ക് സത്യസന്ധമായി നോക്കി തന്റെ സ്വന്തം അവസ്ഥയെ കാണുവാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു അവൻ. ന്യായപ്രമാണം കേട്ടും പഠിച്ചും അവൻ അതിൽ ജീവിക്കുന്നു എന്ന് ധരിച്ചു പോന്നിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ ന്യായപ്രമാണത്തിലേക്ക് നോക്കി. ന്യായപ്രമാണമാകുന്ന കണ്ണാടിയിൽ കാണുവാൻ കഴിഞ്ഞത് പൗലോസ് റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൽപ്പന വന്നപ്പോൾ അഥവാ ന്യായപ്രമാണം വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. റോമർ 7:9. താൻ പാപം മൂലം മരിച്ച അവസ്ഥയിലാണെന്ന് പൗലോസിന് മനസ്സിലായി. ഇങ്ങനെ ജീവനായി ലഭിച്ച കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന അവസ്ഥ. പക്ഷെ ഇത് മനസ്സിലാക്കുന്നത് വരെ പൗലോസ് സീനായുടെ മുമ്പിൽ നിന്നിട്ട് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കണ്ടില്ല, ചെവി ഉണ്ടെങ്കിലും കേട്ടില്ല എന്ന് യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ന്യായപ്രമാണം പറയുന്നത് അവൻ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നില്ല. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന്
ആണ്. ജനമെല്ലാം ആമേൻ എന്ന് അപ്പോൾ വിളിച്ചു പറയണം. ആവർത്തനം 27:26. ആ കാര്യം പൗലോസ് അന്ന് ഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ഈ കാര്യം ഗ്രഹിക്കുകയും തന്റെ ഒന്നാമത്തെ ലേഖനം, ഗലാത്യ ലേഖനം AD 49 സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച് താൻ ഗ്രഹിച്ച ആ കാര്യങ്ങളെല്ലാം അതിലെഴുതി വിശാല ഗലാത്യയിലുള്ള വിശ്വാസികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എബ്രായ ലേഖനവും വിശാല ഗലാത്യ പ്രദേശത്തുള്ള യഹൂദ ക്രിസ്ത്യാനികൾക്കാണ് എഴുതിയിരിക്കുന്നത്. അത് AD 61 എഴുതിയത്, താന് തടവിലായിരിക്കുമ്പോൾ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് ഗലാത്യ ലേഖനം 3:10 പൗലോസ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ സീനായി ശാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ കാണിക്കുന്നു. ഇങ്ങനെയുള്ള സീനായി പർവ്വതത്തിലല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് പുതിയ നിയമ വിശ്വാസികളോട് പറയുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സീനായിൽ കണ്ടത് ഭയാനകമായിരിക്കുന്ന 8 കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ സിയോൻ, സ്വർഗീയ സിയോനിൽ പറയുന്നത് അനുഗ്രഹീതമായിരിക്കുന്ന, ആശ്വാസകരമായിരിക്കുന്ന, സന്തോഷകരമായിരിക്കുന്ന 8 കാര്യങ്ങളെ കുറിച്ചാണ്. സിയോൻ പർവ്വതം അത് കൃപയുടെയും സുവിശേഷത്തിന്റെയും പുതിയ നിയമത്തിന്റെ പർവ്വതമായി അവിടെ പറഞ്ഞിരിക്കുകയാണ്. സിയോൻ സ്വർഗീയ യെരൂശലേമിനെ കാണിക്കുന്നതാണ്. അതൊരു മൊട്ടക്കുന്നല്ല, ജീവനുള്ള ദൈവത്തിന്റെ നഗരമാണ്. അതിന്റെ മാതൃക സ്വർഗത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അത് നമുക്ക് വെളിപ്പാട് 21 കാണാം. ഇത് സീനായിക്ക് വിപരീതമായിട്ടുള്ളതാണ്. ഇതിപ്പോൾ തൊടുവാൻ കഴിയുകയില്ല, സ്ഥൂലമല്ല, അതിനോട് സമീപിക്കാവുന്നതാണ്. പക്ഷേ അത് ആത്മീയമായിട്ടാണ് സമീപിക്കുന്നത്. ആത്മീയമായി ദൈവം ക്രിസ്തുവിനോട് കൂടി നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്ത് ഇന്ന് ഇരുത്തിയിരിക്കുകയാണ്. എഫേസ്യർ 2:7 അത് കാണാം. സീനായി ന്യായപ്രമാണത്തെയും സിയോൻ കൃപയെയും കാണിക്കുന്നു. ന്യായപ്രമാണത്താൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല, എന്നാൽ കൃപയാൽ ഏവർക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. ന്യായപ്രമാണം കൽപ്പനകളോടും ന്യായവിധിയോടും ശിക്ഷാവിധിയോടും കൂടി മനുഷ്യനെ അഭിമുഖീകരിക്കുമ്പോൾ ഇവിടെ ഇതാ ദൈവകൃപ പാപക്ഷമയോടും പാപപരിഹാരത്തോടും ദാനമായ രക്ഷയോടും കൂടി മനുഷ്യനെ സമീപിക്കുകയാണ്. ഇസ്രായേലിനെ ജാതീയമായും രാഷ്ട്രീയമായും രക്ഷ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുതിയ ഭൂമിയിലെ സിയോനിലാണ്. പക്ഷേ അത് ലഭിക്കുന്നതിന് അതിന്റെ സ്ഥാപകനായ, അതിനായി വീണ്ടെടുപ്പുകാരനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇസ്രായേൽ മുഴുവനും യേശുക്രിസ്തുവിൽ ശരണപ്പെടുമ്പോൾ അവർക്കത് ജാതീയമായിട്ട് ലഭിക്കും. ദാവീദ് യെബൂസ്യരുടെ നഗരമായിരുന്ന സിയോൻ പിടിച്ചടക്കി യഹോവയുടെ പെട്ടകം അവിടെ സ്ഥാപിച്ചു. സിയോൻ പർവ്വതത്തെ സംബന്ധിച്ച് നാം വായിക്കുന്നത്, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും
അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു എന്നാണ്. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കിയാൽ ഞാൻ അവിടെ വസിക്കും. സങ്കീർത്തനം 132:13-14. ഇത് ഭൂമിയിൽ ദൈവത്തിന്റെ വാസസ്ഥലമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക സ്ഥലമാണ്. ഇത് സഹസ്രാബ്ദ വാഴ്ചക്കാലത്തോടുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ പുതിയ ഭൂമിയിലുമാകുന്നു ഇതിന്റെ നിവർത്തി വരുന്നത്. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് അവരുടെ മഹത്വവും നൽകും. യെശയ്യാവ് 46:12. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. യെരൂശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേരാകും. സക്രിയ പ്രവചനം 8:3. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എൻ്റെ ജനത്തെ ഉദയദേശത്തു നിന്നും അസ്തമനദേശത്തു നിന്നും, അതായത് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവരും. അവർ യെരൂശലേമിൽ പാർക്കും. സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിട്ടും ഇരിക്കും. സക്രിയാവ് 8:7-8 വാക്യങ്ങളിൽ അതുണ്ട്. സീനായി മനുഷ്യനെ തടയുകയും ഭയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സിയോൻ മനുഷ്യനെ ആകർഷിക്കുകയും അവനോട് കൃപ കാണിക്കുകയും ചെയ്യുന്നു. സീനായിയുടെ നിയമങ്ങൾ പാലിച്ച് ആർക്കും ദൈവത്തെ സമീപിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആ നിയമങ്ങൾ അടങ്ങിയ ന്യായപ്രമാണത്തെ ക്രിസ്തു നിവർത്തിച്ചു. അത് നിവർത്തിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാനുള്ള ജീവനുള്ള ഒരു പുതിയ വഴി യേശു ക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്താൽ തന്റെ ജഡശരീരത്തിലൂടെ ഒരുക്കിയിരിക്കുകയാണ്. സമീപിക്കാവുന്ന ദൈവത്തിന്റെ ചിഹ്നമാണ് സിയോൻ കാണിക്കുന്നത്. സീനായി കൂരിരുട്ടും മേഘതമസും കൊണ്ട് മൂടിയിരിക്കുന്നു. എന്നാൽ സിയോനിലാകട്ടെ ദൈവം പ്രകാശിക്കുന്നവനായി കാണുന്നു. സൗന്ദര്യത്തിന്റെ ദൈവം നാം വായിക്കും, സൗന്ദര്യത്തിന്റെ സമ്പൂർണമായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. സങ്കീർത്തനം 50:2. സീനായി ന്യായവിധിക്കും മരണത്തിനുമായി നിലകൊള്ളുമ്പോൾ സിയോൻ പ്രായശ്ചിത്തത്തിനും ജീവൻ നൽകുന്നതിനുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഹെർമോന്യ മഞ്ഞ് പെയ്യുന്ന സിയോൻ പർവ്വതത്തിൽ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായ ജീവൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. എബ്രായ ലേഖനത്തില് പരാമർശിച്ചിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളോട് പൗലോസ് പറയുന്നത്, കൃപയാൽ നിങ്ങൾ സിയോൻ പർവ്വതമായ സ്വർഗീയ യെരൂശലേമിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ജീവനുള്ള ദൈവത്തിന്റെ നഗരമാകുന്നു. നാം സ്വർഗീയ പൗരന്മാരാണ്, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നവരാണ്. കൃപാനിയമപ്രകാരം ആത്മീയമായി സിയോനിൽ വന്നെത്തിയിരിക്കുന്ന വിശ്വാസികൾ എല്ലാ വിധത്തിലും അനുഗ്രഹത്തിലേക്കാണ് വന്നിരിക്കുന്നത്. സ്വർഗീയ സിയോൻ, സ്വർഗീയ നഗരം, ദൂതന്മാരുടെ സർവസംഘം, സ്വർഗത്തിൽ പേഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ, പിതാവിന്റെ സന്നിധാനം, സിദ്ധന്മാരായ നീതിമാന്മാക്കളുടെ ആത്മാക്കളുള്ള സ്ഥാനം, പുതിയ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിന്റെ ആ ഇരിപ്പിടം, ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിന്റെ അടുക്കൽ, അവിടേക്കാണ് പുതിയ വിശ്വാസികൾ വന്നിരിക്കുന്നത് എന്നാണ്. അപ്പോൾ സിയോൻ എന്നും സ്വർഗീയ യെരൂശലേം എന്നുമുള്ള നഗരം, അത് ജീവനുള്ള ദൈവത്തിന്റെ വാസസ്ഥലമാണ്. നാം അവിടെയാണ് വന്നെത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ നാം ഇരുത്തപ്പെട്ടിരിക്കുകയാണല്ലോ. നാം രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും ആയിരിക്കുന്ന അതേ സ്വർഗമാണ് നമ്മുടെ വാസസ്ഥലം. അവിടെ ആത്മീയ കുടുംബം, ഭവനവും സമ്പത്തും അവകാശങ്ങളും എല്ലാം നമുക്ക് അവിടെയാണ്, സ്വർഗത്തിലാണ്. നാം തേജസ്കരിക്കപ്പെടുന്നത് വരെ ശാരീരികമായി അത് അനുഭവിക്കുവാൻ നമുക്ക് ശാരീരികമായിട്ട് കഴിയുന്നില്ല എങ്കിലും ആത്മാവിൽ ആ സന്തോഷം
നാം ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നാം സ്വർഗീയ പൗരന്മാരാണെങ്കിലും ഭൂമിയിലാണ്. അതിന് നമ്മളെ കുറിച്ച് സ്ഥാനാപതികളായിരിക്കുന്നുവെന്നാണ് നാം ഇവിടെ അംബാസഡേഴ്സ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും രക്ഷിതാവായ യേശുക്രിസ്തുവിനെ കുറിച്ചും അറിയാത്ത ലോകത്തോട് അത് അറിയിക്കുന്ന സ്വർഗീയ നിലവാരത്തിൽ, ആ സ്റ്റാൻഡേർഡിൽ നാം ഈ ഭൂമിയിൽ പെരുമാറണം. നമ്മുടെ സ്വർഗീയ അവകാശങ്ങളുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടാത്തവരായി വിശ്വസ്തയോടെ നാം ഈ ഭൂമിയിൽ ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. പൗലോസ് എഴുതിയത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്നാണ്. എബ്രായ ലേഖനത്തില് പറയുന്ന സീനായിയും സിയോനും അത് യഥാക്രമം പഴയ പുതിയ നിയമങ്ങളെ കാണിക്കുകയാണ്. മാത്രമല്ല ദൈവത്തോടുള്ള പഴയ ബന്ധവും ഇപ്പോഴുള്ള നമ്മുടെ ബന്ധത്തെയും അത് കാണിക്കുകയാണ്. ഈ കാര്യം തന്നെയാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിലും പറഞ്ഞിട്ടുള്ളത്. അബ്രഹാമിന്റെ ദാസിയായ ഹാഗറിനെ കുറിച്ച് പറയുന്ന അവിടെ അറബി ദേശത്ത് സീനായി മലയെയാണ് അത് കാണിക്കുന്നത്. അതിപ്പോഴത്തെ ഭൗമികമായ യെരൂശലേമിനോട് ഒക്കുന്നു എന്ന് പറയുന്നു. അതെന്റെ മക്കളോടുകൂടെ അടിമയിലാണല്ലോ ഇരിക്കുന്നത്. അതായത് റോമൻ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു അന്ന്. മീതെയുള്ള യെരൂശലേമോ അവൾ സ്വതന്ത്രയാണ്, അവളാകുന്നു നമ്മുടെ അമ്മ. അങ്ങനെ നാം ദാസിയുടെ അഥവാ ന്യായപ്രമാണത്തിന്റെ മക്കളല്ല, സ്വതന്ത്രയുടെ കൃപയുടെ മക്കളത്രേ. സീനായി ന്യായപ്രമാണത്തെയും അടിമത്തത്തെയും കാണിക്കുന്നു. സ്വർഗീയ യെരൂശലേം എന്ന സിയോനോ കൃപയുടെയും സുവിശേഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ചിഹ്നമായിട്ട് കാണിക്കുന്നു. ഈ ചിത്രീകരണത്താൽ തന്നെ എബ്രായ ലേഖനകാരനും ഗലാത്യ ലേഖനകാരനും ഒരാളാണെന്ന് ശ്രദ്ധിക്കുന്നു. മാത്രമല്ല എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് വിശാല ഗലാത്യ പ്രദേശത്തുള്ള എബ്രായ ക്രിസ്ത്യാനികൾക്കാണ്. ഇവിടെ ദൂതന്മാരുടെ സർവസംഘം ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ്. ദൂതന്മാരായിരിക്കുന്നത് സ്വർഗത്തിലാണ്. അവരുടെ സംഖ്യയെക്കുറിച്ച് നാം വായിക്കുന്നത് 10,000 എന്നാണ്. 1000s upon 10,000, 10,000 upon 10,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാനിയേൽ 7:10, വെളിപ്പാട് 5:11. ന്യായപ്രമാണം നൽകിയപ്പോഴും അവിടെയും ഉണ്ടായിരുന്നു ദൂതന്മാര്. ഗലാത്യർ 3:19. പക്ഷെ ആ ദൂതന്മാരെ സമീപിക്കുവാൻ അന്ന് ഇസ്രായേലിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നാം വന്നെത്തിയിരിക്കുന്നതോ ദൂതന്മാരുടെ സർവസംഘത്തിന്റെ മുമ്പിലാണ്, നടുവിലാണ്. അന്നവർക്ക് ദൂതന്മാരെ സമീപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ അവർ അന്ന് കാഹളം ധ്വനിപ്പിക്കുന്നവരായിരുന്നു. എന്നാൽ പുതിയ നിയമവിശ്വാസികൾ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിലാണ്. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടിട്ട് ദൂതന്മാരും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. വെളിപ്പാട് 5:11 അത് കാണാം. ആദ്യജാതന്മാരുടെ സഭയുടെ അടുക്കലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ഇത് പുതിയ നിയമസഭയെ കാണിക്കുകയാണ്. ആദ്യജാതന്മാരുടെ സഭ, ക്രിസ്തുവിന്റെ ശരീരമായ സഭ, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമായി തീർന്ന ആ കൂട്ടത്തിന്റെ സഭ, അതാണ് ആദ്യജാതന്മാരുടെ സഭ. ആദ്യജാതൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഇരട്ടി അവകാശത്തിന് ഓഹരിക്കാരനാണ്. ആദ്യജാതന്മാർ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുന്നവര്, അവരാണ് ആദ്യജാതന്മാർ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ ആനന്ദിപ്പീനെന്ന് കർത്താവ് പറഞ്ഞു. കുഞ്ഞാടിന്റെ ജീവവസ്തുത്തിൽ പേര് എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കണം. നാം ദൈവത്തിന്റെ ആദ്യഫലം, നാം ഒരുവിധം ആദ്യഫലം ആകുന്നു എന്ന് യാക്കോബ് 1:18 തന്നെ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം ദൈവത്തിന് ആദ്യഫലം ആയിരിക്കേണ്ട അവന് ആയിരിക്കുന്നുവെന്ന് അവിടെ കാണിക്കുന്നുണ്ട് യാക്കോബ്. ആകയാൽ ആദ്യജാതന്മാരുടെ സഭ എന്ന് പറയുന്നത്
വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമവിശ്വാസികളാണ്. പിന്നീട് നാം വായിക്കുന്നത് എല്ലാവർക്കും ന്യായാധിപതിയായ ദൈവത്തിന്റെ അടുക്കൽ നാം വന്നെത്തിയിരിക്കുന്നു. ഇവിടെ ദൈവസന്നദ്ധിയിൽ, അതും ന്യായാധിപനായ ദൈവത്തിന്റെ മുമ്പിൽ സമാധാനത്തോടും സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടി ഇരിക്കുവാനുള്ള ആ ഭാഗ്യമാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനുള്ളത്. യേശുക്രിസ്തു മഹാദൈവവും രക്ഷിതാവുമാകണം. തീത്തോസ് 2:12 വായിക്കുന്നു, അവൻ ഏക മധ്യസ്ഥനാണ്, അവനാണ് സകലത്തെയും ഭരിക്കുന്നവൻ, അവനാണ് എല്ലാവരെയും ന്യായം വിധിക്കുന്ന ന്യായാധിപതി. അവന്റെ മുമ്പിലിരിക്കുവാൻ നമുക്ക് യോഗ്യത ലഭിച്ചത് നാം പുതിയ നിയമവിശ്വാസികളായിട്ടാണ്. സിയോന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടാണ്. 6-ാമതായി നാം കാണുന്ന സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് അടുക്കലത്രേ നാം വന്നിരിക്കും. സിദ്ധന്മാരായ നീതിമാന്മാരെന്നത് സമ്പൂർണമാക്കപ്പെട്ട നീതിമാന്മാരെന്നാണ് അർത്ഥം. അതായത് ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് ദ റൈറ്റിയസ് മെൻ മെയ്ഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള നീതിമാന്മാർ. ഇത് എന്നേക്കും വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവജനം, വിശുദ്ധീകരിക്കപ്പെട്ടവരായ ആളുകൾ, പുതിയ വിശ്വാസികളുടെ ആത്മാക്കൾ ആകുന്ന അവരുടെ സംഘത്തിൽ, അത് വിശുദ്ധന്മാര് മരിച്ചവരുടെ ആത്മാക്കൾ എന്ന സ്വർഗത്തിൽ പർദീസയിലായിരിക്കുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ശരീരം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആത്മാക്കളായി സ്വർഗത്തിലെ പർദീസയിലായിരിക്കുന്നു. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തമാണ് അവരെ വിശുദ്ധരും സിദ്ധന്മാരുമായ നീതിമാന്മാരാക്കി തീർത്തത്. 7-ാമതായി കാണുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു. നാം വായിക്കുന്നുണ്ട്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്തവൻ മനുഷ്യനായ ക്രിസ്തുയേശു. നമ്മുടെ മറുവിലയായി തീർന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ. പുതിയ നിയമത്താൽ നാം ദൈവമക്കളായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ സന്നിധിയിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്ത് ഇരുത്തുകയും ചെയ്തിരിക്കുകയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു എന്ന് നാം വായിക്കുന്നു. രക്ഷ പൂർണ്ണമായി നമുക്ക് ലഭിച്ച ദാനമാണ്. ദൈവം നമ്മെ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവനോടുകൂടെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. ഇതൊക്കെ നാം ഇന്ന് കാണാത്ത കാര്യങ്ങളെ അറിയുന്നവരായിട്ട് നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ക്രിസ്തുവിങ്കിലേക്ക് നമ്മെ ദൈവം ആകർഷിച്ചു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയയില്ല എന്നാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. നാം ഇന്ന് യേശു ക്രിസ്തുവിന്റെ പുണ്യാഹരക്തം തളിക്കപ്പെട്ടവരാണ്. നമ്മുടെ നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും സാധിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പുണ്യാഹരക്തത്താലാണ്. ഈ പുണ്യാഹം എന്ന വാക്കിന് ശുദ്ധീകരണത്തിനുള്ള തളിക്കൽ എന്നാണ് അർത്ഥം. ഇത് നമ്മുടെ ഹൃദയങ്ങളിലാണ് തളിച്ചിരിക്കുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം മനുഷ്യരുടെ മേലാണ് തളിച്ചിരുന്നത്. മോശ അത് കുറെ എടുത്ത്, ആ രക്തം കുറച്ചെടുത്ത് ജനത്തിന്റെ മേൽ തളിച്ചു എന്നാണ് നാം വായിക്കുന്നത് പുറപ്പാട് 24:8. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹരക്തം അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ തളിച്ചിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നുണ്ടല്ലോ. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടിരിക്കുന്നതുമായ, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുക എന്നാണ്. പത്രോസും അക്കാര്യം പറയുന്നുണ്ട്. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വൃതന്മാർ എന്നാണ്.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് സാധിച്ചു. നാം അതുകൊണ്ട് മുമ്പേ ദൂരസ്ഥരായിരുന്നപ്പോ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ഇന്ന് സമീപസ്ഥരും സ്വർഗീയ സിയോനിൽ ആയി തീർന്നിരിക്കുന്നവരുമാണ്. അതിന് മുഖാന്തരമായി തീർന്നത് യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമാണ്. ആബേലിന്റെ രക്തത്തെക്കാൾ അധികം നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ആബേലിന്റെ രക്തം പ്രതികാരത്തിന്റെ രക്തമായിരുന്നു. അവനെ കൊന്ന കായീനോടുള്ള പ്രതികാരത്തിന്റെ നിലവിളിയായിരുന്നു ആബേലിന്റെ രക്തം ചെയ്തത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം പ്രതികാരത്തിന്റെ രക്തമല്ല, അത് നമ്മളുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന്റെ രക്തമാണ്. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായിട്ട് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്നാണ് നാം കാണുന്നത്. അതുമൂലം നമുക്ക് സമാധാനമുണ്ടായി, നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ രക്തം ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം എന്നതിന്റെ വിപരീത പദമാണ് പുണ്യം എന്നുള്ള വാക്ക്. അപ്പോൾ പുണ്യം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം, അതുമൂലം പാപം നമ്മിൽ നിന്ന് മാറി നമുക്ക് പാപമില്ലാത്ത പുണ്യമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം നമ്മോടും ദൈവത്തോടും ഗുണകരമായി സംസാരിക്കുകയാണ്. ആ രക്തം എന്താണ്? നമ്മുടെ രക്ഷിതാവായി തീർന്നവനും നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിന്റെ ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അവിടേക്കാണ് നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളും സകല ക്രിസ്തു വിശ്വാസികളും സീനായിൽ നിന്ന് സ്വർഗീയ സിയോനിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വന്നു, മരണത്തിൽ നിന്ന് നിത്യജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഇതിന് കാരണഭൂതൻ നമ്മുടെ രക്ഷാനായകൻ എന്ന് പറഞ്ഞാൽ രക്ഷ നമുക്ക് നൽകുന്നവൻ, രക്ഷ ഉത്ഭവിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആർക്കിഗോൻ ടീ സോറ്റീരിയോസ്, രക്ഷ നൽകുന്നവൻ, രക്ഷ ഉൽപ്പാദിപ്പിക്കുന്നവൻ എന്നർത്ഥം. രക്ഷാനായകൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ന്യായപ്രമാണം അനുസരിച്ചുള്ള ആ പൗരോഹിത്യവും കൂദാശകളുമായിട്ട് ഇന്നും സീനായിക്ക് ചുറ്റും നിൽക്കുന്ന നാമധേയ ക്രിസ്ത്യാനികൾ അവരത് ഉപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക് മടങ്ങി വരേണ്ടതാകുന്നു. ഇന്ന് അനേക ആളുകൾ പഴയ നിയമവും പുതിയ നിയമവും കൂട്ടിക്കലർത്തി പഴയ നിയമ ആചാരങ്ങളും കൂദാശകളും അതിലെ അനുഷ്ഠാനങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന ആഘോഷങ്ങളും അതിലെ പല കാര്യങ്ങളും അവരെ ആചരിച്ചു പോരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവയെല്ലാം ദൈവത്തിന് വിരോധമാകുന്നു എന്ന് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ കൂടി സ്പഷ്ടമാക്കി തന്നിരിക്കുകയാണ്. ആകയാൽ നാമധേയ ക്രിസ്ത്യാനികൾ എബ്രായ ക്രിസ്ത്യാനികളെ പോലെ വഴുതിപ്പോകുന്ന അവസ്ഥയിലേക്ക് അവരൊരു വഴുവഴുപ്പിൽ നിൽക്കുകയാണ്. അവർ അഗാധത്തിൽ വീണുപോകാതെ അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. അതാണ് ഈ സന്ദേശത്തിലൂടെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ഇന്നും അനേക നാമധേയ ക്രിസ്ത്യാനികൾ സീനായിയെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ അനേക ലക്ഷങ്ങൾ സീനായിൽ ചെന്നിട്ട് പഴയ കാലത്തെ ആ സീനായി ശാപത്തിന്റെ അടുത്തെല്ലുവാൻ കഴിയാത്ത ഭീകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നെയും മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. യഹൂദ ക്രിസ്ത്യാനികൾ മടങ്ങി ന്യായപ്രമാണത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചതുപോലെ. എന്നാൽ അങ്ങനെ പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട്
കൃപയാൽ ലഭിക്കുന്ന നിത്യരക്ഷ, തേജസ്സിന്റെ സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വരിക, കർത്താവിൽ വിശ്വസിക്കുക. അതാണ് ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവം നമ്മെ അവിടെയാണ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മടങ്ങിപ്പോകാതെ കർത്താവിൽ ഉറച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വരവ് വരെ നിലനിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ശനിയാഴ്ചയും നമുക്ക് ഈ സൂം മീറ്റിങ്ങിൽ കൂടി കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന കേൾക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്താനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അറ്റ്ലാന്റയിൽ നിന്ന് തോമസ് അബ്രഹാച്ചായന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്കിന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത്. അതിനുവേണ്ടി പ്രത്യേകം സമയമെടുത്ത് അത് പ്രിപ്പയർ ചെയ്യുകയും നമ്മളോട് അത് പറഞ്ഞു തരികയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്ത് ദാസനോടുള്ള നന്ദിയെ ആദ്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. സീനായും സിയോനും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായ രീതിയിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു നമ്മളെ ഒരു പുതിയ സബ്ജക്റ്റായിട്ടാണ് എനിക്കത് കേൾക്കുവാൻ സാധിച്ചത്. അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് അത് ആദ്യം മുതൽ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു സന്ദർഭം ദൈവം തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവജനത്തിന് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ അത് തരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നാം ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ കൂടി കേട്ടു. ഇനി കേൾക്കാനുള്ളവർക്കും തീർച്ചയായിട്ടും അത് അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്തൃദാസന് പ്രത്യേകം ഞങ്ങളുടെ നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തോമസ് എബ്രഹാം അച്ചാൻ എഴുതിയ 3 ഗാനങ്ങൾ, അതും വളരെ അനുഗ്രഹിക്കപ്പെട്ട 3 ഗാനങ്ങൾ നമുക്കിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. തോബിയാസ്, പ്രിയ സഹോദരി ഹന്ന, അതുപോലെ പ്രിയ സഹോദരി അക്സ, ഇവർ 3 പേരും ചേർന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് ഇങ്ങനെ മനോഹരമായ പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം ദൈവം ഈ ഒരാഴ്ചയും പ്രിയപ്പെട്ടവരെ എടുത്ത് ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. മാത്രമല്ല ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ കടന്നു വന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ഇതിൽ ജോയിൻ ചെയ്യുവാൻ തക്കണം ദൈവം എന്ന് ഇടവരുത്തി. അത് വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ നാം സഭകളിലെല്ലാം കൂടുമ്പോൾ ആ ഏരിയയിലുള്ളവർ മാത്രമേ ഉള്ളൂ നമ്മൾ കൂടുന്നത്. എന്നാൽ സൂം മീറ്റിങ്ങിലാകുമ്പോൾ ലോകത്തിലുള്ള അനേക വിശുദ്ധന്മാരുമായിട്ട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് നമ്മളെ വിട്ടുന്ന് കടന്നുപോയത്. കടന്നത് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. അതുപോലെ തുടർന്നും ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ്. ഇതിന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന സുധേഷ് മാത്യു സാറിന്റെ കുടുംബത്തെയും അവരുടെ ആവശ്യങ്ങളെല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകുന്നേര സമയത്തും കർത്താവെ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന്റെ വചനം കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി കർത്താവെ ഇന്ന് കടന്നു വരുവാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ ഒരു നെറ്റും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയോ അങ്ങനെയൊന്നും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവർക്കും തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസൻ കർത്താവെ ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേക മറഞ്ഞു കിടക്കുന്ന അനേക സത്യങ്ങൾ കർത്താവെ അതെല്ലാ ഉദാഹരണത്തോടുകൂടി ചേർന്ന് പറയുവാൻ തക്കവണ്ണം ദൈവദാസനെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സീനായും സിയോനും തമ്മിലുള്ള വ്യത്യാസം കർത്താവെ ഇന്ന് നല്ല രീതിയിൽ ഇന്ന് കേൾക്കുവാൻ ദൈവത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ദാസനെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണം. ദൈവനത്തിന് കർത്താവെ ആവശ്യമുള്ള ദൂതെന്ന് തരുവാൻ ദാസനെ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അറ്റ്ലാന്റയെ കർത്താവെ തന്റെ കുടുംബത്തോടും കർത്താവ് മക്കളോട്ടും ആയിരിക്കുന്നു. കർത്താവെ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ദൈവജനത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ എഴുതുവാൻ തക്കണം ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് എന്നോട് സ്തോത്രം ചെയ്യുന്നു.
3 ഗാനങ്ങൾ കർത്താവ് ഞങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുത്തനായിട്ട് സ്തോത്രം. ഗാനങ്ങൾ ആലപിച്ച് ഉണ്ണിത്തോക്ക സഹോദരനെയും അതുപോലെ പ്രിയമകൾ അന്നയും അതുപോലെ മകൾ അക്ഷയും ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വരും കാലങ്ങളിൽ സന്തോഷത്തോടുകൂടി കർത്താവിനെ പാടി സ്തുതിക്കുവാനുള്ള ആരോഗ്യം, ബലം കർത്താവ് പ്രിയപ്പെട്ടവർ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കല്ലുനാഥ മിനിസ്റ്ററുടെ ഈ പ്രോഗ്രാമിനെ ഇത്രത്തോളം അനുഗ്രഹിക്കുന്ന എല്ലാ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എന്റെ പുറകിൽ അധ്വാനിക്കുന്ന സന്തോഷ് മേത്തി സഹോദരനെയും കുടുംബത്തെയും കർത്താവ്, പ്രത്യേകിച്ച് മാതാവിനെയും കർത്താവ് ഞങ്ങളുടെ തിരുക്കരങ്ങൾ തരുന്നു. ആവശ്യം എല്ലാ കൃപകളും കർത്താവ് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ കടന്നു വരുവാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ.